കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷണതുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ നൽകേണ്ടത് നമ്മുടെ ഇഷ്ടങ്ങൾക്കോ നമ്മുടെ വികാരങ്ങൾക്കോ അല്ല. അതിലൊക്കെ ഉപരിയായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ, ക്രിസ്തീയ ആധ്യാത്മികതയിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് അറിയുകയും അത് അനുസരിക്കുകയും ചെയ്യുക എന്നതാണ്. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം സ്നേഹിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെ പറ്റിയും ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. അവൻ വിശ്വാസം വഴി ആ പദ്ധതിയെ, പ്ലാനെ പറ്റി മനസ്സിലാക്കുകയും അതിനധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുക എന്നതിലാണ് വിശുദ്ധിയും വിശ്വാസവുമൊക്കെ അടങ്ങിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ ഒരു നിർമ്മാണ പ്രക്രിയയിലാണ്. നിത്യതയുടെ ഒരു ഭവനം നമ്മൾ ജീവിതത്തിലൂടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അനീതി പ്രവർത്തിക്കാതെ വചനം മാംസമാക്കുന്നതിലൂടെ, വചനം ജീവിതമാക്കുന്നതിലൂടെ നമ്മൾ നിത്യതയുടെ ഈ ഭവനം പണിത് ഉയർത്തുകയാണ്. നമ്മുടെ സ്വർഗരാജ്യ നിർമ്മാണ പ്രക്രിയയിൽ നമ്മുടെ പ്രയത്നങ്ങൾ നിലനിൽക്കുമോ, അതിന് സ്ഥിരതയുണ്ടാവുമോ എന്നുള്ളൊരു വലിയ ചിന്ത ഇന്നത്തെ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, അനീതി പ്രവർത്തിക്കാതെ വചനത്തിൽ ജീവിച്ചുകൊണ്ട് ഭവനം പണിതവൻ്റെ ഭവനം ഈശോ ഇന്ന് പറയുകയാണ്, പാറപ്പുറത്ത് പണിത ഭവനം പോലെയാണ്. അതിന് അടിസ്ഥാനമുണ്ട്, അതിന് സ്ഥിരതയുണ്ട്, അത് നിലനിൽക്കും. എന്നാൽ വചനം കേട്ടിട്ടും അനീതികൾ പ്രവർത്തിച്ചുകൊണ്ട് വചനത്തിൽ അധിഷ്ഠിതമാകുന്ന ഒരു ജീവിതം, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാതെ സ്വാർത്ഥതയോടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം മനുഷ്യൻ ജീവിക്കുമ്പോൾ ഈശോ പറയുകയാണ്, അവർ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷനായ മനുഷ്യന് തുല്യനാണ് എന്ന്. ഈ രണ്ട് ഭവനങ്ങളുടെയും മേൽ വീണ ദുരിതമെന്ന് പറയുന്നത് അത് ഒരേ ദുരിതങ്ങളാണ്. മുകളിൽ നിന്ന് മഴ പെയ്തപ്പോൾ അടിസ്ഥാനം ഇളക്കുവാൻ തക്കവിധം വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ എല്ലാ ദിശകളിൽ നിന്നും കാറ്റൂതിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തെ ഇളക്കുവാൻ തക്കവിധം ദുരിതങ്ങൾ
അത് ആ ഭവനം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നപ്പോൾ ഈശോ പറയുന്നൊരു വചനമുണ്ട്. മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ മഴ പെയ്തെങ്കിലും വെള്ളപ്പൊക്കമുണ്ടായെങ്കിലും കാറ്റൂതിയെങ്കിലും അതിനെയൊക്കെ അഭിമുഖീകരിക്കുന്ന നിമിഷങ്ങളിൽ തക്കതായ അടിസ്ഥാനം അടിത്തറ പാകിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന മനുഷ്യൻ്റെ ഭവനം അതൊരിക്കലും ഇളകുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് നോക്കിക്കാണേണ്ട ഒരു കാര്യം, നമ്മൾ പാറപ്പുറത്ത് വചനത്തിൽ അധിഷ്ഠിതമായ ദൈവഹിതം മനസ്സിലാക്കി അടിസ്ഥാനമുള്ള അടിത്തറയുള്ള ആ ഭവന പണിയുന്ന പ്രക്രിയയിലാണോ, അതോ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും പാഴായി പോകുന്ന മണൽപ്പുറത്ത് ഭവനം പണിതുയർത്തുന്നൊരു പ്രക്രിയയിലാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ ആധ്യാത്മികതയുണ്ട്. നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെന്നും ഈ ഭവനം പണിയുന്ന പ്രക്രിയയിലാണ്. നമ്മൾ ധ്യാനങ്ങൾ കൂടുന്നുണ്ട്, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മൾ കുമ്പസാരിക്കുന്നുണ്ട്, നമ്മൾ വിശ്വാസ ജീവിതത്തിൻ്റെ പല ഭക്തി അഭ്യാസങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആധ്യാത്മികതയും വിശ്വാസ ജീവിതവുമൊക്കെ മണൽപ്പുറത്ത് ഭവനം പണിതതുപോലെ നമ്മുടെ പ്രയത്നങ്ങൾ സ്ഥിരതയില്ലാതെ അടിത്തറയില്ലാതെ പാഴായി പോകാതിരിക്കണമെന്ന് ഈശോ ഇന്ന് നമ്മുടെ ജീവിതത്തെപ്പറ്റി ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അടിത്തറ എന്ന് പറയുന്നത് ദൈവവചനത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിനെ പറ്റി മെനഞ്ഞെടുക്കുന്നൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. ഫോഷനാകാതെ ദൈവഹിതം അറിഞ്ഞുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തെപ്പറ്റി എന്ത് പ്ലാനാണ്, ആ പ്ലാൻ അനുസരിച്ച്, ആ പദ്ധതി അനുസരിച്ച് ദൈവഹിതം അറിഞ്ഞ് ആ ദൈവഹിതത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ അടിത്തറയുള്ള ഒരു ജീവിതമാണ് പാറപ്പുറത്ത് പണിത ഒരു നല്ല ഭവനം. അത് മഴ പെയ്താലും വെള്ളപ്പൊക്കമുണ്ടായാലും കാറ്റൂതിയാലും അതിൻ്റെ അടിത്തറയെ ഇളക്കുവാനോ അടിസ്ഥാന വിശ്വാസ സത്യങ്ങളിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാകുവാനോ ഒന്നും സാധിക്കുകയില്ല. ഞാൻ അത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ അത്രമാത്രം കർത്താവിൻ്റെ വചനം പാലിക്കുന്നവനാണ്. കർത്താവിൻ്റെ വചനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, അടിത്തറ. അങ്ങനെ ജീവിതത്തിൽ വചനം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വാർത്ഥതയോ നമ്മുടെ ഹിതങ്ങളോ നമ്മുടെ ഇഷ്ടങ്ങൾക്കോ അല്ല മുൻതൂക്കം നൽകുക. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിലൂടെ ദൈവം നിവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്കും അഭിഷേകത്തിനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.